ഒറ്റവാക്കി ദിസ് ഈസ് ദി റിയൽ സ്റ്റോറി ഓഫ് കേരള കേട്ടോ. ഇതാണ് ശരിക്കും കേരളത്തിൻ്റെ യഥാർത്ഥ സ്റ്റോറിയാണ്. പരമാവധി സഹകരിച്ച മാധ്യമങ്ങൾക്കും എല്ലാവർക്കും ബ്ലോഗേഴ്സിനോടും എല്ലാവർക്കും സോഷ്യൽ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പ്രാദേശിക കമ്മിറ്റികൾക്കും വനിതാ കൂട്ടായ്മ എല്ലാം ഒറ്റവാക്കിൽ നന്ദി കൂടി രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുക. നമ്മുടെ സോഫ്റ്റ്വെയർ ടീം ഇതിന്റെ ഏറ്റവും കാര്യക്ഷമമായ പ്രവർത്തനത്തിന് ഈ ഒരു റിസൾട്ടിന് കാരണം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അൺഇൻറ്ററപ്റ്റഡ് ആയി ട്രാൻസാക്ഷൻസ് വരുന്ന സ്പൈൻ കോഡിന്റെ നമ്മുടെ സോഫ്റ്റ്വെയർ ആണ്. ആ ആപ്ലിക്കേഷന് പ്രത്യേകം നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ പ്രാദേശിക ഊണും ഉറക്കും കഴിഞ്ഞ് 24 hours ഈ വീട് കേന്ദ്രമാക്കിക്കൊണ്ട് ഇവിടുത്തെ നാട്ടുകാരും പ്രാദേശിക കമ്മിറ്റിയും പ്രവർത്തിച്ച ആളുകൾ എല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിക്കാൻ ഈ അവസരം ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബാബ സമത്തടക്കമുള്ള എല്ലാ ആളുകളെയും മുക്തകണ്ഠം പ്രശംസിക്കാൻ ഈ കമ്മിറ്റിക്ക് നമ്മൾ ഈ ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു രാവും പകലുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അതൊരു 10-50 ചെറുപ്പക്കാർ മൊത്തം അതിന് രാപ്പകൽ അധ്വാനിച്ച് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും റഹീമിന്റെ കൂടെ നിന്ന് കുടുംബത്തിന്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. നമ്മൾ വളരെ ദുഃഖത്തിന്റെ നിമിഷങ്ങൾ കടന്നുപോയി, ഇപ്പം കടന്നു പോകുന്ന സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കുക. നമ്മളെല്ലാവരും വിജയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ എല്ലാവരും റഹീം തിരിച്ചു വരുന്നവരെ പ്രാർത്ഥിക്കുക റഹീമിന് വേണ്ടി. ഓക്കെ 34 കോടി ടാർഗറ്റ് ചെയ്തതിൽ 45 ലക്ഷം രൂപ കൂടുതലാണ് ഇപ്പോൾ. ഇനിയും ഓരോ സെക്കൻഡിലും വലിയ രീതിയിലാണ് കഴിഞ്ഞ നിമിഷങ്ങളിലൊക്കെ വന്നത്. അതിൻ്റെ ഫൈനൽ കണക്കെടുക്കണം. ഇത് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പേ ഉള്ളതാണ്. അതനുസരിച്ച് 45,46,568 രൂപ നമ്മുടെ ബാങ്കിൽ കൂടുതലായിട്ടുണ്ട്. 34 കോടി പറഞ്ഞതിലും 45 ലക്ഷം കൂടുതലായി. 34,45. പൈസ കൂടുതലായി. പൈസ ആരും അയക്കേണ്ടതില്ല എന്നൊരു അഭ്യർത്ഥന കമ്മിറ്റി പറഞ്ഞു. ഇതിന് നേതൃത്വം നൽകിയ 1.5 പതിറ്റാണ്ട് നേതൃത്വം നൽകിയ സൗദിയിലെ, പ്രത്യേകിച്ച് സൗദിയുടെ KMCCയുടെ പ്രസിഡന്റ് കുഞ്ഞുമോൻ കാക്കി എവിടെ ഉണ്ട്, അദ്ദേഹത്തിന് ഈ പൈസ ഇത്രയും സമാഹരിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ വിജയമാണ്. ഇനി അടുത്ത നടപടികൾ എന്തൊക്കെയാണ്? ഇനി നമ്മളിപ്പോൾ ഫസ്റ്റായിട്ട് അവിടെയൊക്കെ മൊത്തത്തിൽ പൈസ പിരിക്കൽ നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ആരും പിരിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എംബസിയുമായിട്ടുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കും. എംബസിയെ നമ്മൾ എത്രയും എമൗണ്ട് നമ്മളെ കയ്യിലുണ്ടെന്ന് അറിയിക്കും. എംബസി ഇൻഷാല്ലാ ഈ ഇതിൻ്റെ ലീഗൽ ഇഷ്യൂ കൈകാര്യം ചെയ്യുന്ന ടീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് നിയമ നടപടികൾ പൂർത്തിയാക്കും ഇൻഷാല്ലാ. അഷ്റഫ് സാഹിബാണ് അതിന് എല്ലാ കാര്യങ്ങളും നീക്കിക്കൊണ്ടിരിക്കുന്നത്. നിയമ നടപടികൾ എങ്ങനെയൊക്കെയാണ്? ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് എംബസിക്ക് ഫണ്ട് കൈമാറണം. മാത്രവുമല്ല അതിൻ്റെ ലീഗൽ പ്രോസസ്സിങ് ഇവിടെ നിന്ന് അവിടെ സൗദി ഗവൺമെൻറ്റുമായും അവിടെ കുടുംബങ്ങളുമായിരിക്കുള്ള നിയമപരമായ രണ്ട് ഗവൺമെൻറ്റുകളുടെ പ്രോസസ്സിങ് കഴിഞ്ഞ് ആ നിലക്കാണ് ഈ ഫണ്ട് ആ കുടുംബത്തിന് എത്തുക. നമ്മൾ നേരിട്ട് ആരും കൈകാര്യം ചെയ്യുന്നതല്ല. ഇന്ത്യൻ എംബസി ത്രൂ ആണ്. നമ്മുടെ പൂർണ്ണമായ നിയമ സംഹിതയോട് കൂടിയാണ് ഈ ഫണ്ടിനെ അവിടെ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ തന്നെ ആ കാര്യങ്ങളൊക്കെ നടപടികളൊക്കെ ഈ 3 ദിവസത്തിനകം തന്നെ പൂർത്തിയാക്കേണ്ടതാണ്. 3 ദിവസം അല്ലതല്ല, 16-ാം തീയതി വരെ അവർ തന്ന ഒരു ഡെഡ് ലൈനാണ്. അവരുടെ കുടുംബം എംബസി ത്രൂ നമുക്ക് ഉണ്ടാക്കിയ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏപ്രിൽ 16-നകം മരിച്ച കുട്ടിയുടെ ഫാമിലി അവിടുത്തെ ഗവൺമെൻറ്റും അവിടുത്തെ അമാറവടിയും ഇന്ത്യൻ എംബസിയും ഒക്കെ ഉണ്ടാക്കിയ ഒരു ഡീലിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. ഇനി ആ ഫണ്ട് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ്റെ പ്രോസസ്സിംഗാണ് റഹീമിൻ്റെ മോചനവുമായി നമുക്ക് ബാക്കിയുള്ളത്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രോസസ്സിങ് ഇന്ത്യൻ എംബസിയിലെ ഒരുപാട് ഉദ്യോഗസ്ഥർക്കും ഇതിന് പ്രത്യേകം നന്ദി നമ്മൾ പറയേണ്ടതുണ്ട്. ഒരുപാട് എഫേർട്ടുകൾ അവരും ഒരുപാട് ഡയലോഗ്സ് ഇതിൻ്റെ പേരിൽ നടത്തിയിട്ടുണ്ട്, ഡീൽ ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ സംഘം. ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് പൈസ സമാഹരിക്കാൻ കഴിഞ്ഞു പ്രതീക്ഷിച്ചിരുന്നു എപ്പോഴെങ്കിലും? ഇല്ല, തുടക്കത്തിൽ ഞങ്ങൾക്കൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ വലിയൊരു സമൂഹം, പ്രവാസി സമൂഹവും നാട്ടിലുള്ളവരും ഈ ഒരു വിഷയത്തിൽ അതിൻ്റെ കമ്മിറ്റി മുന്നോട്ട് വന്നപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അത് പൊതുസമൂഹം ഏറ്റെടുക്കുകയും വിവിധ സംഘടനകളും മതസംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും കൂട്ടായ്മകളും എല്ലാ തരത്തിലുള്ള മലയാളി കമ്മ്യൂണിറ്റിയുടെ ഒരു സ്ട്രോങ് എഫേർട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ കമ്മിറ്റിയുടെ കൃത്യമായ ഒരു ലീഡർഷിപ്പിലൂടെ അത് നമുക്കെടുത്ത് പറയേണ്ടി വരും. അതിൻ്റെ ആപ്പ് ക്രിയേറ്റ് ചെയ്യാനും കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ ട്രസ്റ്റ് രൂപീകരണവും അങ്ങനെ അതിൻ്റെ എല്ലാ ലീഗൽ വശങ്ങൾ കൃത്യമായി ഫോളോ ചെയ്ത് മുന്നോട്ട് വന്നപ്പോൾ ആളുകൾക്ക് അത് വിശ്വാസം വരികയും കൃത്യമായ ആളുകൾ നമ്മളെ ബാങ്കിൽ ഓരോ ട്രാൻസാക്ഷനും വളരെ ട്രാൻസ്പെറൻ്റായി വന്നു നിൽക്കുകയാണ്. അത് അങ്ങനെ തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചതിലുള്ള ഒരു സന്തോഷമാണ്. ഇതിൻ്റെ ടീം വർക്കിന് ഇതിനെ നമ്മൾ മുന്നിൽ കാണില്ല. നൂറുകണക്കിന് ആളുകൾ ഇതിൻ്റെ പിന്നിൽ എഫേർട്ട് അണിയറക്ക് പിന്നിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ലീഗൽ അസിസ്റ്റൻസ് കമ്മിറ്റി നമുക്ക് റിയാദിൽ ഇതിന് വളരെ നന്നായിട്ട് വർക്ക് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യൻ എംബസിയുമായിട്ട് എംബസി അവിടുത്തെ ഗവൺമെൻറ്റുമായും അവരുടെ കുടുംബങ്ങളുമായിട്ടുമൊക്കെ സംസാരിക്കാൻ നീണ്ട 17-18 വർഷമായിട്ട്
ഒരുപാട് ആളുകൾ ബഹുമാനപ്പെട്ട അഷ്റഫ് സാഹിബിൻ്റെ നേതൃത്വത്തിലും മലയാള പ്രവാസി സമൂഹത്തിൻ്റെ എല്ലാവരുടെയും നേതൃത്വത്തിലും നമുക്ക് അവിടെ നടത്തിയതിൻ്റെ ഒരു എൻഡ് റിസൾട്ടാണ് നമുക്ക് ഇന്ന് ഇവിടെ ഇതിൽ കണ്ടത്.